എന്തായാലും എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നിരിക്കുകയാണ്. ഷിംജിത എന്ന് പറയുന്ന ആ നായിൻ്റെ മോള് ഈ രാജ്യം തന്നെ വിട്ടിരിക്കുകയാണ്. അവൾ വിദേശത്തേക്ക് കടന്നു എന്നുള്ളൊരു വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ വാർത്തയൊന്ന് കാണാം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉണ്ടായ അധിക്ഷേപത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ യുവതി ഒളിവിലെന്ന് സൂചന. വടകര സ്വദേശി ഷിംജിത മുസ്തഫയാണ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയത്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് നീക്കം തുടങ്ങിയിരുന്നു. ദീപകിന്റെ വീടിന് സമീപത്ത് നിന്ന് PL കിരൺ ചേരുന്നു നമുക്കൊപ്പം. അബ്ജോദ്, ദീപകിന്റെ മരണത്തിൽ ഈ ഷിംജിതയുടെ വീഡിയോ ദൃശ്യങ്ങളും അവരുടെ ആരോപണങ്ങളുമാണ് എന്നുള്ള അത് കാണിച്ചുകൊണ്ടാണ് ഇന്നലെ കുടുംബം പോലീസിൽ പരാതി നൽകിയത്. സിറ്റി പോലീസ് കമ്മീഷണർക്കാരൻ ഉച്ചയ്ക്ക് പരാതി നൽകി. ആ പരാതി ACPക്ക് മെഡിക്കൽ കോളേജ് ACPക്ക് കൈമാറുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയും നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തത്. അതിൽ വീണ്ടും ഒരു FIR, അതായത് ആദ്യം അസ്വാഭാവിക മരണത്തിലാണ് പോലീസ് കേസെടുത്തിരുന്നത്. അതിനുശേഷം മറ്റൊരു FIR കൂടി ഇന്നലെ രജിസ്റ്റർ ചെയ്തു. അതിലാണ് ഷിംജിതയെ പ്രതി ചേർത്തിരിക്കുന്നത്. അസ്വാഭാവിക മരണമല്ല, പകരം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു കേസ് എടുത്തത്. സ്വാഭാവികമായിട്ട് ഇത് നോൺ ബെയിലബിൾ ആണ്, ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. അപ്പോൾ അറസ്റ്റിലേക്ക് കടക്കും എന്നുള്ളൊരു സൂചന ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഇവരെ പിടികൂടാനുള്ള ശ്രമം പോലീസ് തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവരിപ്പോൾ ഒളിവിലാണ് എന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. ഇവരെക്കുറിച്ച് ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കി എന്നുള്ള കാര്യവും പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പോലീസിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിലെ ഒരു നിർണായക തെളിവ് ഇവരുടെ മൊബൈൽ ഫോണാണ്. കാരണം ആ ബസ്സിലെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ, അതിൽ തന്നെയാണ് അവർ ഈ ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് അപ്ലോഡ് ചെയ്തത് എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഫോൺ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അതാണ് നിർണായകമായിട്ടുള്ള ഇതിലൊരു ശാസ്ത്രീയ തെളിവ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ ഡീറ്റെയിലുകൾ പോലീസിനെ ശേഖരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ സൈബർ സെല്ലിന്റെ കൂടി സഹായം പോലീസ് തേടിയിട്ടുണ്ട്. ഇവരുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണത് പ്രചരിക്കപ്പെട്ടത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ഒരു ശാസ്ത്രീയമായിട്ടൊരു പരിശോധന ആവശ്യമാണ്. അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ സൈബർ സെല്ലിന്റെ ഒരു സഹായം തേടിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഘട്ടത്തിൽ, ഒന്ന് ഇവരെ കണ്ടെത്തുക, രണ്ട് ഈ ഫോൺ കസ്റ്റഡി എടുക്കുക തുടങ്ങിയാണ് മെഡിക്കൽ കോളേജ് പോലീസിന് മുമ്പിലുള്ള ഇപ്പോഴത്തെ വെല്ലുവിളി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. അതായത് വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടുകൂടിയാണ് പയ്യന്നൂരിലെ ഒരു ബസ്സിൽ, സ്വകാര്യ ബസ്സിൽ വെച്ച് ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് പോലീസിന് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ബസ് ആദ്യം കണ്ടെത്തി അതിലെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തണം. ഒപ്പം ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരെ കണ്ടെത്താൻ കൂടി പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഈ യുവതി പറയുന്നത് ആദ്യം മറ്റൊരു സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതിന് പിന്നാലെയാണ് താൻ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്ന് ആണ് ഇവർ നേരത്തെ ഉന്നയിച്ചിരുന്ന ആരോപണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ തരത്തിൽ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. ഏതായാലും യുവതി നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വിവരം നൽകിയിരുന്നു എന്നുള്ളതാണ് യുവതി ആദ്യം പറയുന്നത്. അതും വടകര പോലീസിലെ ഒരു പോലീസുകാരനെ അറിയിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അത്തരത്തിൽ ഒരു വിവരവും വടകര പോലീസിൽ ലഭിച്ചിരുന്നില്ല എന്ന കാര്യം കൂടി പോലീസിന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഏതായാലും ഇന്ന് കൂടുതൽ നടപടികൾ ഈ കേസിൽ ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കും. എങ്ങനെ ഇരിക്കുന്നു, നമ്മൾ പ്രതീക്ഷിച്ചതാ ഇവൾ ഈ രീതിയിൽ തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചതാണ്. കാരണം ഈ ഒരു സംഭവം നടന്ന ഉടനടി തന്നെ ഇവളെയൊക്കെ ഉണ്ടല്ലോ നോട്ട് ചെയ്ത് വെക്കണമായിരുന്നു. കാരണം ഇവൾ ഏത് രീതിയിലും രക്ഷപ്പെടാൻ അനുവദിക്കരുതായിരുന്നു. ഇതിപ്പോ അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ രീതിയിലുള്ള സഹായം പോലീസ് തന്നെ ചെയ്തു കൊടുത്തു എന്നാണ് നമുക്ക് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവള് ഈ ഒരു ദിവസങ്ങൾ കൊണ്ട് തന്നെ അവള് വിദേശത്തേക്ക് കടക്കുക. അപ്പൊ അവള് പഠിച്ച കള്ളിയാണ്, അവള് തെറ്റ് ചെയ്തു നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം നടത്തിയിരിക്കുന്നത്. അവള് തെറ്റ് ചെയ്തില്ല, അവളുടെ ഭാഗത്ത് ശരി ന്യായം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവൾ ഇങ്ങനെ ഒളിച്ചോടി? ഇവള് ഭയങ്കര ന്യായീകരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സഹോദരന് എതിരെ വന്നിട്ട് ഇവള് ഭയങ്കര സൈക്കോളജിക്കലായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൾ എന്തുകൊണ്ട് ഇപ്പൊ പോലീസിന് പരാതി കൊടുത്തപ്പോ ഒളിച്ചോടി? അപ്പൊ അവൾക്ക് അറിയാം അവള് ചെയ്തത് തെറ്റാണ്. അവൾ ഒറ്റൊരുത്തി കാരണമാണ് ആ സഹോദരൻ മരണപ്പെട്ടത്, ആ കുടുംബം അനാഥമായതെന്നൊക്കെ അവൾക്ക് മനസ്സിലായി. അപ്പൊ അവൾക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അവള് രായ്ക്ക് രാമായണം ഇവിടുന്ന് കടന്നു കളഞ്ഞത്. ഇവളെ എവിടെ പോയി ഒളിച്ചു എന്ന് പറഞ്ഞാലും ഇവളെ പിടിക്കും. കാരണം ആ മാതാപിതാക്കളുടെ കണ്ണീര്, അത് നീ എവിടെ പോയി ഒളിച്ചു എന്ന് പറഞ്ഞാലും നിന്റെ പുറകെ തന്നെയുണ്ട് അവരുടെ ശാപം. നീ ഇനിയിപ്പൊ ഏത് എന്താ പറയാ എവിടെ പോയി ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞാലും നിനക്ക് രക്ഷയില്ല മോളെ ഷിംജിത. നീ ഉടനടി തന്നെ പോലീസിന്റെ വലയിലാകും. ഇനിയിപ്പൊ നിന്നെ പോലീസ് തന്നെയാണോ രക്ഷപ്പെടുത്തിയെന്നും അറിയില്ല. കാരണം ഇവിടെ ഒരു മരണപ്പെട്ടത് ഒരു പുരുഷനാണല്ലോ. അതേസമയം ഈ രീതിയിൽ മരണപ്പെട്ടത് ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ആ സെക്കൻഡില് അതിന് കാരണക്കാരനായവരെ പിടിച്ചിട്ടുണ്ടായേനെ. ഇവിടെ പ്രതി ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ പ്രത്യേക പരിഗണനയാണല്ലോ. എന്താന്ന് പറഞ്ഞാലും ഇനി ഒരുത്തിയും ഇമാതിരി അപരാധങ്ങൾ കാണിക്കരുത്. സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി മറ്റുള്ളവരുടെ ജീവനും ജീവിതവും വെച്ച് കളിക്കുന്നവളുമാർക്കൊക്കെ ഉള്ള ഒരു മറുപടി തന്നെയാണിത്. എന്താന്ന് പറഞ്ഞാലും അവളുടെ ആ ഒരു ഒളിച്ചോട്ടം അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ തന്നെയാണ്. ഈ ഒരു സംഭവം നടന്നപ്പോ തന്നെ
ഇവൾക്കെതിരായിട്ട് സ്വമേധയാ കേസ് എടുക്കണമായിരുന്നു. പക്ഷെ ഇവരാരെങ്കിലും പരാതി കൊടുത്താലല്ലേ കേസും കാര്യങ്ങളൊക്കെ എടുക്കത്തുള്ളൂ. ഈ ഒരു നിസാരം, അതായത് ഒരു ബസ്സിൽ വെച്ചിട്ട് അവളായിട്ട് മുട്ടാനായിട്ട് മുട്ടി ഉരുമാൻ നിന്ന് കൊടുത്തിട്ട് ആ വീഡിയോ എടുത്ത് അവള് പ്രചരിപ്പിച്ചു. അതിന്റെ മനോവിഷമത്തിൽ ആ ഒരു സഹോദരൻ മരിക്കുന്നു. അപ്പൊ പോലീസുകാർ എന്തായാലും ഇതിപ്പോ കേരളം മൊത്തം ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം ഈ ഒരു കാര്യം. ബസ്സിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ആ ഒരു പെണ്ണ് റീച്ചിന് വേണ്ടി വീഡിയോ എടുത്തു എന്നുള്ളത് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. അപ്പൊ എന്തുകൊണ്ട് ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാർ നടപടി എടുത്തില്ല? എന്തുകൊണ്ട് എടുത്തില്ല? അപ്പൊ കുടുംബം പരാതി കൊടുക്കാൻ നോക്കിയിരുന്നു. കുടുംബം പരാതി കൊടുത്ത് പോലീസ് വന്ന അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയപ്പം അവള് രക്ഷപ്പെട്ടു. അവൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം പോലീസായിട്ട് തന്നെ കൊടുത്തു എന്ന് വേണം പറയാനായിട്ട്. ഇനിയിപ്പോ അവള് ഗൾഫിലല്ല, മറ്റടുത്ത് പോയി എന്ന് പറഞ്ഞാൽ അവളെ പിടിക്കണം. അവൾക്ക് ശിക്ഷ കിട്ടാതെ നമുക്കൊന്നും ഇനി വിശ്രമമില്ല. കാരണം ആ ഒരു സഹോദരന്റെ കുടുംബത്തിന്റെ അവസ്ഥ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ആ അമ്മ, വയ്യാത്തൊരു അമ്മയും അച്ഛനുമാണ്, ഏക ഒരു മകനായിരുന്നു. ആ ഒരു രീതിയിൽ ആ ഒരു സഹോദരൻ മരണപ്പെടുമ്പോൾ ആർക്കാണ് സഹിക്കാൻ പറ്റുന്നത്? സ്ത്രീ എന്ന് പറയുന്ന അത് അമ്മയാണ്, അത് പെങ്ങളാണ്, സഹോദരിയാണ്, മകളാണ്, കൊച്ചുമകളാണ്. ഇവളെ പോലെ ഈ ആണും പെണ്ണും കേട്ട കുറെ ഈ എന്റെ ഭാഷയിൽ പറഞ്ഞ ആയും പൂവും കൂട്ടി ഞാൻ വിളിക്കണം. കൂടെ പുറപ്പെ ഒരു മനുഷ്യൻ, നിങ്ങൾ ആ വീഡിയോ കണ്ട മനുഷ്യനാണ്. ആ മനുഷ്യന്റെ കയ്യിൽ ഒരു ഭാരമുള്ള ഒരു വസ്തു ഇരിപ്പുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ട മനുഷ്യൻ, അതെ, ആ ഭാരം ഒരു 25 കിലോയ്ക്ക് മേളിലൊരു ഭാരം ഒരു കവറിൽ വന്നാൽ നിങ്ങളെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അത് ശരിയാ. ഒരു ബസ് എന്ന് പറയുന്ന ആ ബസ്സിന്റെ വെയിറ്റും ആ ബസ്സിന്റെ ആംഗിളും കൂടെ നോക്കുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഇത്? അത് ശരിയാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓലയും കാര്യങ്ങളെല്ലാം ചെയ്യും. ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. ആ മനുഷ്യൻ അറിയാതെ കൈ ഒന്ന് സ്പർശിച്ചു. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ, ഞാനും എന്റെ പെങ്ങളുമായിട്ട് വർത്താനം പറയുമ്പോ എന്റെ പൊന്നുമോള്, പെങ്ങളെന്ന് പറയുമ്പോ എന്റെ പൊന്നുമോളാ, അറിയാതെ എന്റെ മോടെ ദേഹത്തൊന്ന് തട്ടിയെന്ന് പറഞ്ഞാൽ അത് വികാരപരിശുദ്ധമാവോ? ഇല്ല. ഇവളെ പോലുള്ള വൃത്തികെട്ട സ്ത്രീകള്, ഇവളെ പോലുള്ള ഈ കേരളത്തിന്റെ നിയമവ്യവസ്ഥകൾ, ഇന്ത്യൻ നിയമവ്യവസ്ഥകൾ ശരിയല്ല. ഇവളെ റിമാൻഡ് ചെയ്യണം, കോടതി റിമാൻഡ് ചെയ്യണം. ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഈ സാമാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവക്ക് പ്രാന്ത് അല്ലാതെ നമ്മളെന്തരെന്ന് പറയാൻ? അവൻ എന്തൊരു ചെയ്ത്? അവളല്ലേ അവന്റെ അടുത്ത് പോയി നിന്നത്. ബസ്സിൽ അവൻ ഇങ്ങനെ നിന്ന സമയത്ത് അവനെ തട്ടി അവന്റെ ജീവിതം തൊളിച്ചില്ലേ? ആ കൊച്ചുങ്ങൾ, അവന്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് ആരിയ്ക്കുന്നു? ഇങ്ങനെയുള്ള കുറെ എണ്ണം കിടന്നാൽ മതി. മുസ്ലിം ആയിരുന്നാലും ഏത് ജാതി ആയിരുന്നാലും ശരി തന്നെ. മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനം വേണം. ഇങ്ങനെയുള്ളവളെയൊന്നും വെളിയിൽ ഇഞ്ഞ് കാണിക്കരുത്. അതേ നമുക്ക് പറയാനുള്ളൂ. ആ ചിത്രീകരിച്ചത് അത് 2 പ്രാവശ്യം അവള് കണ്ടല്ലോ. അത് ബസ്സിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ ഒരു ലഗേജ് ഇരിക്കുന്നു, അതിങ്ങനെ പിടിക്കുന്നു. അപ്പൊ അവൻ എന്ത് തെറ്റുകാരനാണ്? അപ്പൊ നമ്മൾ ഒതുങ്ങി കൊടുക്കണ്ടേ? അല്ലെങ്കിൽ മാറുന്നില്ലെന്ന് പറയണ്ടേ? അത് രണ്ടവള് പ്രവർത്തിച്ചു. അവള് ഫോട്ടോ എടുക്കാൻ വേണ്ടിയല്ലേ അവള് നോക്കിക്കൊണ്ട് നിന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് എന്തെങ്കിലും നല്ല ഒരു ശിക്ഷ അവൾക്ക് കിട്ടണം. അത് ഇനി ഒരിക്കലും ഒരു ആമ്പിള്ളേരെ ഇങ്ങനെ കാണിക്കരുത്. എല്ലാ മക്കളും ആമ്പിള്ളേരെ, എല്ലാ പെണ്ണും ആണിനെ എന്നൊക്കെ നമ്മൾ ഇതാക്കുന്നത് തന്നെ, പ്രസവിക്കുന്ന മക്കളെ തന്നെ. ഇത് കൊള്ളാം, വല്ലാത്തൊരു ഇതായിപ്പോയി. അത് കേട്ട സമയത്ത് നമ്മൾ നെഞ്ചുരുവിപ്പോയി അത്. അതുകൊണ്ട് ഇനി എന്ത് വന്നിരുന്നാലും ശരി തന്നെ. ഇങ്ങനെ ഒരിക്കലും ഒരു പുരുഷന്മാർക്ക് ഉണ്ടാവരുത്. ഇനി പുരുഷന്മാർ ചെയ്യുന്നത് ശരി തന്നെ, അതും തെറ്റ് തന്നെയാണ്. എന്നിരുന്നാലും ഇതൊരു പാവം ചെയ്തതിന് അതിന് എന്തെങ്കിലും നിങ്ങൾ നടപടി എടുക്കണം. അതാ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്ക് കണ്ടു മോനെ, എന്റെ മോന്റെ ഫോണിലൊക്കെ ഞാൻ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുക എന്നെ അങ്ങനെ കണ്ടു. പക്ഷെ അതൊക്കെ കാണിക്കുന്ന തെറ്റായ കാര്യങ്ങളാണ് മോനെ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ മോനെ. അത് ശരിക്കും അന്യായമാണ് അത് കാണിച്ചിരിക്കുന്നത്. ഒരു പയ്യന്റെ ജീവൻ എടുത്തത് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോഴും കേസ് കൊടുക്കണമായിരുന്നു. അത് വേണം ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ ഒരു പയ്യന്റെ ജീവൻ എടുത്തില്ലേ? ആ സ്ത്രീയെ ശിക്ഷിക്കണം. ശിക്ഷ കിട്ടും തീർച്ചയായിട്ടും. ദൈവം വിടൂല. 2 പ്രാവശ്യമായിട്ടാണ് വീഡിയോ ചിത്രീകരിച്ച് ഇട്ടിരിക്കുന്നത്. ഒറ്റ പ്രാവശ്യമാണെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു. ഇത് 2 സ്ഥലത്ത് വെച്ച് 2 പ്രാവശ്യമായിട്ട് ചിത്രീകരിച്ചാണ് റീച്ച് കിട്ടാൻ എന്തെല്ലാം പരിപാടി ഉണ്ട്. ഒരു പൂച്ചയെ പിടിച്ചു വെച്ച് കൊഞ്ചിക്കാത്ത എന്തെല്ലാം ഫോണിൽ കാണുന്നില്ലേ? ഒരാളുടെ ജീവൻ എടുത്തിട്ടാണ് കാണിക്കുന്നത്. കാണിക്കുന്നത്. ജീവൻ എല്ലാത്തിനും വിലയുണ്ട്. അവൾക്ക് ശിക്ഷ കിട്ടണം. അവൾക്ക് ശിക്ഷ കിട്ടും. അത് വളരെ അന്യായമായ ഒരു കാര്യമാണ് ചെയ്തത്.